രേഖകൾ നൽകുന്ന കാര്യത്തിൽ സഹകരിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ ഹൈക്കോടതി സ്വാഭാവികമായിട്ടും ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നത് വഴി രേഖകൾ നൽകണം, അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രേഖകൾ നൽകുമ്പോൾ ആ രേഖകൾ കൃത്യമായി വിശ്വസനീയമായ രേഖകൾ അല്ല എങ്കിൽ അടുത്ത നടപടി എന്നത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ളത് വിളിച്ചു വരുത്തലാണ്, അല്ലെ, ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തലാണ്. അതിനുശേഷം അതും കിട്ടിയില്ലെങ്കിൽ അറസ്റ്റ് എന്നുള്ള നടപടിയാണ്. പക്ഷെ അത് ഉടനെ ഉണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഇതിൽ നിയമ പോരാട്ടങ്ങൾ തുടരും, അതിനൊരു സംശയവുമില്ല. ഇന്ന് കർണാടക ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്ന ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള ശ്രമം എന്തായാലും എക്സാലോജി കമ്പനി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മഞ്ജുഷ, ഈ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് മാറുന്നു എന്നതിൻ്റെ സൂചന കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടി വരും. കാരണം വീണ വിജയൻ തിരിച്ചടി നേരിടുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരായ തിരിച്ചടിയാണ്. അതിന് CPM പ്രതിരോധിക്കേണ്ടി വരും. സ്വാഭാവികമായും കൊടുത്തും കൊണ്ടും ഇതേ വിവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്കും കടന്നു വരുമായിരിക്കും. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിഷയമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ UDF ഇത് എത്രമാത്രം ക്യാഷ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലാണ്. കാരണം ഈ SFIയുടെ അന്വേഷണം നേരത്തെ പറഞ്ഞതുപോലെ നിൽക്കുന്നത് ഈ പറയുന്ന 1.72 കോടിയുടെ ആ ഒരു അന്വേഷണത്തിൽ ഒതുങ്ങി നിൽക്കുകയില്ല. ഈ 135 കോടിയുടെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും UDFന്റെ നേതാക്കൾ കൂടി ആ അന്വേഷണത്തിന്റെ ചിത്രത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇതുവരെ നമ്മൾ കണ്ട ഈ രാഷ്ട്രീയം എത്രമാത്രം ഈ ഒരു വിഷയം നേതാക്കൾ ഉന്നയിച്ചു എന്ന് വെച്ച് നോക്കുമ്പോൾ UDF അത് ഇതുവരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാഷ്ട്രീയമായി CPM ഇക്കാര്യത്തിൽ വീണ വിജയനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും UDFന് രംഗത്ത് ഇറങ്ങേണ്ടി വരും. കാരണം കോടതി പോലും ഇത് അംഗീകരിച്ചില്ലല്ലോ, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തുടരണം എന്നല്ലേ കോടതി പറഞ്ഞത് എന്ന കാര്യം പറയും. പക്ഷെ അവിടെ CPMന് മറ്റൊരു ഡിഫൻസ് വയ്ക്കാൻ സാധിക്കുമല്ലോ സജിത. കാരണം ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസും UDFും എതിർക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ എതിർക്കുന്നില്ല എന്നുള്ള ആ പതിവ് പല്ലവി അത് ആവർത്തിക്കുവാൻ CPMനും LDFനും കഴിയും. പക്ഷെ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വിഷയമായി മാറും. പക്ഷെ അതിനു മുൻപ് നിയമ പോരാട്ടങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ മേൽക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും എക്സാലോജിക്കിനും വീണ വിജയനും രക്ഷപ്പെടാം. ഇക്കാര്യത്തിൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരു കാര്യം കൂടി, ഈ കർണാടക ഹൈക്കോടതി ഇങ്ങനെ പറയുമ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് വന്നാൽ അവിടെ വീണ്ടും ഒരു പെൻഡിങ് കേസുണ്ട്. ഷോൺ ജോർജിന്റെ കേസിൽ പരാതിയിൽ മാത്രമേ അവിടെ തീർപ്പാലിയിട്ടുള്ളൂ. ഇപ്പോഴും നിൽക്കുന്നത് KSIDCയുടെ പരാതി ഉണ്ട് ഈ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ളത്. സ്വാഭാവികമായും കർണാടക ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞെങ്കിൽ കേരള ഹൈക്കോടതിയിൽ നിന്നും മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടത്. ഈ സ്വാഭാവികമായിട്ട് SFIയുടെ അന്വേഷണത്തെയൊക്കെ എതിർക്കുവാനുള്ള സാധ്യത വളരെ 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 വിരളമാണ്. അതല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു കാരണമൊക്കെ വിശദീകരിക്കേണ്ടി വരും. ഇവിടെ KSIDCയുടെ ഹർജിയിൽ ഇതുവരെയുള്ള ഹൈക്കോടതിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും വെച്ച് നോക്കുമ്പോൾ KSIDC പ്രതിരോധത്തിലാണ്. കാരണം ഏറ്റവും സുപ്രധാനമായ ഒരു രേഖ ഹാജരാക്കാനാണ് ഏറ്റവും ഒടുവിലായിട്ട് കേരള ഹൈക്കോടതി KSIDCയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ KSIDCയുടെ ഡയറക്ടർ CMRLന്റെ ബോർഡിലുണ്ട്. അപ്പോൾ ആ ഡയറക്ടർ ഇക്കാര്യം അറിഞ്ഞില്ലേ, അതിന് എന്ത് വിശദീകരണമാണ് ചോദിച്ചത് എന്ന് ഹൈക്കോടതി ആരാഞ്ഞപ്പോൾ KSIDC ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ചോദിച്ചിരുന്നു CMRLനോട് വിശദീകരണം, എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച്. പക്ഷേ അതിനുള്ള കൃത്യമായ മറുപടി CMRLിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ രേഖ എന്താണ്, നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിന്റെ രേഖ എന്താണ് എന്നുള്ള കാര്യം ഹാജരാക്കണം എന്ന് ഹൈക്കോടതി ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 26-ാം തീയതിയാണ് ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. 26 വരെ സമയം ചോദിച്ചിരിക്കുകയാണ് KSIDC. അങ്ങനെ വരുമ്പോൾ KSIDC പ്രതിരോധത്തിലാണ്. ഇതിൽ ഏത് രേഖ അവർ ഹാജരാക്കുമെന്നുള്ള കാര്യം നിർണായകമാണല്ലോ. CMRLനെ ചോദ്യം ചെയ്തുകൊണ്ട് KSIDC ഇടപെട്ടോ, എക്സാലോജിക്കിന് ഈ കരാർ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടോ, ഇതെല്ലാം KSIDC വിശദമാക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് കർണാടക ഹൈക്കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് ഒരു ചൂണ്ടുപലക തന്നെയാണ് ഇക്കാര്യത്തിൽ, അതിന് യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ പ്രതികരണം അറിയേണ്ടത് ഷോൺ ജോർജിന്റേതാണ്. മാത്യു കുഴൽനാടിന്റെ വാക്കുകൾ നടത്താൻ. പക്ഷേ ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ ഈ ഹർജി പ്രിഫർ ചെയ്ത നിലയ്ക്ക്, ഇനിയിപ്പോൾ ആ ഹർജി പരിഗണിച്ച് കഴിഞ്ഞ നിലയ്ക്ക് ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഞങ്ങളൊരു ലോയേഴ്സിന്റെ ഒരു എത്തിക്സ് പോലെ തന്നെ കക്ഷികൾക്കുമൊക്കെ ഒരു ഇതുപോലെ കേസ് നടത്തിപ്പിൽ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹർജി വീണ വിജയൻ നൽകേണ്ടിയിരുന്നത് എറണാകുളം ഹൈക്കോടതിയിലായിരുന്നു. കാരണം സമാനമായ ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോൾ ശരിയാണ്, ഇപ്പോൾ അതിന് മറുവാദമായി പറയാൻ കഴിയുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അതുകൊണ്ട് എക്സാലോജിക് കേസിന് പോകുമ്പോൾ ബാംഗ്ലൂരിൽ പോകണം എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. എക്സാലോജിക്കിന്റെ ഡയറക്ടർക്കെതിരായിട്ടാണ്, സിംഗിൾ ഡയറക്ടർ, ഒരു സോൾ ഡയറക്ടറായിട്ടുള്ള വീണ വിജയനെതിരായിട്ടാണ് ആ അന്വേഷണം വരുന്നത് എന്നതുകൊണ്ടും അവർ കേരളത്തിൽ സിറ്റുവേറ്റഡ് ആണ് എന്നതുകൊണ്ടും കേരള ഹൈക്കോടതി
സമാനമായ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കേസായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഫോർ സം റീസൺ ദേ പ്രിഫേർഡ് ടു ഫയൽ ഇറ്റ് ഇൻ ബാംഗ്ലൂർ. അത് ഇപ്പോൾ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എന്ന് തന്നെ ആയിരുന്നാലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ആ കേസ് തള്ളി എന്നുള്ളതാണ്. പക്ഷേ ഇൻട്രീം പീരീഡിൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് കോടതിയുടെ ഒരു ഇൻട്രീം ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ വിധിയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നോട്ടീസ് നൽകിയതിന് ശേഷമേ അറസ്റ്റിലേക്ക് കടക്കാമുള്ളൂന്നോ അതല്ലെങ്കിൽ ഇന്ന വ്യവസ്ഥകൾ പാലിക്കണം എന്നുള്ള ചിലപ്പോൾ ഒരു റിമൈൻഡറോ ഒരു റൈഡറോ ഒക്കെ ആ ജഡ്ജ്മെന്റിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇത് എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോ SFIO അന്വേഷണത്തിന് പര്യാപ്തമായ ഒരു കേസോ കുറ്റകൃത്യമോ നടന്നിട്ടില്ല എന്ന വാദത്തെ പ്രഥമദൃഷ്ട്യാ കോടതി തള്ളി എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇതിപ്പോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന്റെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായി ഇതുവരെ CPM-ഉം പിണറായി വിജയൻ